ഏറാൾപ്പാടുമാരിവിടെ ഉണ്ടായിരുന്ന കാലത്ത് തന്നെ സാമൂതിരിപ്പാടിൻ്റെ, അതായത് ഭരണാധികാരി, നിലവിലെ കോഴിക്കോടിൻ്റെ ഭരണാധികാരിയായിട്ടുള്ള സാമൂതിരിപ്പാടിൻ്റെ ഒരു ഭാര്യയ്ക്ക് സാമൂതിരിപ്പാടിൻ്റെ കുടുംബാംഗങ്ങളുടെ ചതി മൂലം ഭ്രഷ്ട് കൽപ്പിക്കുക എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി ഉണ്ടായിരുന്നു. ആ ഭ്രഷ്ട് വരികയും പിന്നീട് അവർക്ക് കോവിലകത്ത് താമസിക്കാൻ നിവൃത്തിയില്ലാത്തതിനാൽ ഭാര്യ ഒരു മകനോട് കൂടിയിട്ട് സാമൂതിരിപ്പാടിൻ്റെ നിർദ്ദേശപ്രകാരം അതായത് പ്ലാപ്പറ്റ ഭാഗത്തേക്ക്, പട്ടാമ്പി വഴിക്ക് പ്ലാപ്പറ്റ ഭാഗത്തേക്ക് എത്തി. പ്ലാപ്പറ്റ ഭാഗവും അന്ന് കല്ലടിക്കോട് പ്രദേശത്ത് കടന്നിരുന്നതിനാൽ ഈ പ്രദേശങ്ങളൊക്കെ അവർക്ക് അന്ന് സാമൂതിരിപ്പാട് പതിച്ചു കൊടുക്കുകയാണ് ഉണ്ടായത്. ശക്തൻ തമ്പുരാൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ മകനെ പറ്റിയിട്ട് അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ മകൻ പിന്നീട് കുറേ സ്ഥലങ്ങൾ, അദ്ദേഹം വലിയൊരു പടനായകൻ കൂടിയായിരുന്നു. അദ്ദേഹം കുറേ സ്ഥലങ്ങൾ പിന്നെയും ഉണ്ടായി. അദ്ദേഹം ഈ ഏറാൾപ്പാടുമാരോട് സഹകരിച്ച് ഇവിടെ വസിച്ചിട്ടുണ്ടായിരുന്നത് വളരെ കാലം ഉണ്ടായിരുന്നു. ഇന്നും ആ സ്വരൂപം അവിടെ നിലനിൽപ്പുണ്ട്. അതിന് പ്ലാപ്പറ്റ സ്വരൂപം അല്ലെങ്കിൽ കുതിരവട്ടം സ്വരൂപം എന്നാണ് ശരിക്കും അറിയപ്പെടുന്നത്. കുതിരവട്ടം സ്വരൂപം എന്നാണ് അറിയപ്പെടുന്നത്. അവരുടേതായിട്ട് നിരവധി അമ്പലങ്ങളും അതും ഇതൊക്കെ ഉണ്ട്. ആ കുതിരവട്ടം സ്വരൂപം ഏകദേശം പട്ടാമ്പി തൊട്ടിട്ട് ആലത്തൂർ ബൈപ്പാസിൽ അടുത്ത കാലത്താണ് അവരുടെ വലിയൊരു ഒരു പത്തായപ്പര ഉണ്ടായിരുന്നു. അത് അടുത്ത കാലത്താണ് പൊളിച്ചു വളർന്നിരുന്നത്. അതൊരു പ്രേതാലയം മതി, ഇങ്ങനെ നമ്മളതിലൊരു നോക്കുകുത്തിമാരി എരുമൂര് കടന്ന ഉടനെ വലിയൊരു ഇതായിട്ട് കാണുന്നുണ്ടായിരുന്നു. മറ്റേ റോഡിൻ്റെ ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ തൃശ്ശൂർക്ക് പോകുമ്പോൾ റോഡിൻ്റെ അടുത്ത് വശത്തായിട്ട് കടന്നിട്ടായിരുന്നു. പിന്നീട് ഈ ഏറാൾപ്പാട് വംശത്തിൻ്റെ വംശം ഇവിടുന്ന് കരിമ്പുഴ ഭാഗത്തേക്ക് കൂടി അവിടെയും കുറച്ചുണ്ടായിരുന്നു. അവർ മുഴുവൻ കരിമ്പുഴ ഭാഗത്തേക്ക് പോവുകയും കുറുപ്പന്മാർ, അതായത് കല്ലടിക്കോട് കുറുപ്പന്മാർ, ഇവർ വടകര സ്വദേശികളാണ് യഥാർത്ഥത്തിൽ. അവർ എന്തോ സാമൂതിരിയുടെ ആവശ്യാർത്ഥം തന്നെയാണ്. അവർ വല്ലപ്പുഴ വന്നിട്ട് താമസിച്ചിട്ടുണ്ടായിരുന്നു. അവരെ ഇവിടേക്ക് വരാൻ വേണ്ടി പറഞ്ഞു സാമൂതിരി. അവർ അഭ്യാസികളും മറ്റേതൊക്കെ ആയിരുന്നു. വല്ലപ്പുഴ അവർക്ക് ഒരു നാലുകെട്ടും കളരിയും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരോട് ഇവിടെ വരാൻ പറയുകയും അവർക്ക് ഏകദേശം കാഞ്ഞിരപ്പുഴ അല്ലെങ്കിൽ മുണ്ടനാടിൻ്റെ അപ്പുറത്ത് തൊട്ടിട്ട് ഇവിടെ കല്ലടിക്കോട് പുതുപ്പിരിയാരം ബബ്ദിൽ കിടക്കുന്ന മലവാരത്തിൽ കിടക്കുന്ന തമ്പാൻ മലവാരം എന്ന് പറയുന്ന വരെയുള്ള സ്ഥലങ്ങൾ പതിച്ചു കൊടുത്തു. സുമാർ 32-ൽ കൂടുതൽ സ്ക്വയർ മൈൽ എന്നാണ് അന്നത്തെ കാലത്ത് കണക്ക് പറയുക. ആ സ്ക്വയർ മൈൽ അവർക്ക് പതിച്ചു കൊടുക്കുകയുണ്ടായി. അവർക്ക് ആനയെ പിടിക്കാനും മറ്റങ്ങനെയുള്ള അവകാശങ്ങളും അതെന്തൊക്കെ ഉണ്ടായിരുന്നു. അത് ടിപ്പു സുൽത്താൻ്റെ പടയോട്ടക്കാലത്താണ് സാമൂതിരിയുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ സൈനികമായിട്ട് ഇതുള്ള ആൾക്കാരെ ഇവിടേക്ക് കൊണ്ടുവരാൻ കാരണം എന്നുള്ളതാണ് അറിയപ്പെടുന്നത്. അതായത് ഈ കുറുപ്പന്മാരെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ കല്ലടിക്കോട് എന്ന് പറയുന്നത് കോഴിക്കോടിൻ്റെയൊക്കെ അതിർത്തിയായിട്ടാണ് അന്ന് വരിക, പാലക്കാടിൻ്റെയും കോഴിക്കോടിൻ്റെയും. അപ്പോൾ ഈ അതിർത്തി സംരക്ഷണത്തിന് വേണ്ടിയിട്ടായിരിക്കാം സാമൂതിരിപ്പാട് കുറുപ്പന്മാരോട് ഇവിടെ വരാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. വല്ലപ്പുഴ അന്നത്തെ കാലത്ത് അവർ കളരിയിൽ കുട്ടികളെ പഠിപ്പിക്കും അതൊക്കെ ഉണ്ടായിരുന്നു, അഭ്യാസികളായിരുന്നു എന്നും പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും അവർക്ക് സാമൂതിരിയുടെ പടനായക സ്ഥാനം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇവിടെ വന്ന് താമസിപ്പിക്കുകയും അതിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയും അവർക്ക് അവരുടെ നിത്യവൃത്തി കഴിയാനും മറ്റേതിനൊക്കെ ആയിട്ട് മലവാരങ്ങൾ പതിച്ചു കൊടുക്കുകയും ഉണ്ടായി. അത് ഞാൻ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി. മുണ്ടനാട് തൊട്ടിട്ട് മറ്റേതായിട്ട് ധോണി വരെ, അതായത് എൻ്റെ കാൽക്കുലേറ്ററിൽ ഞാനൊരു ഫോറസ്റ്റ് കോൺട്രാക്ടർ കൂടിയാണ്. ധോണിയിലത്തെ 33-ാം ബ്ലോക്ക് വരെ എന്നുള്ളതാണ് എൻ്റെ കാൽക്കുലേറ്ററിൽ. പഴയ 1933 പ്ലാന്റേഷൻ ഉണ്ടായിരുന്നു. അതുവരെ അവിടെ ഇപ്പോഴും അവർ ഈ കുപ്പന്മാരല്ല, സാമൂതിരിപ്പാടിൻ്റേതായിട്ടുള്ള അല്ലെങ്കിൽ പാലക്കാട് രാജാവിൻ്റെ ഒരു പഴയ അയ്യപ്പ ക്ഷേത്രത്തിൻ്റെ അവശിഷ്ടങ്ങൾ ഇന്നും കാണാം ഈ 33-ാം ബ്ലോക്കിൻ്റെ മുകളിൽ. ആ അയ്യപ്പൻ ചരക്ക് വലിച്ചതാണെന്ന് പറഞ്ഞിട്ട് ഒരു ഉരുൾപൊട്ടിയമാതിരി വീതിയിലുള്ളൊരു ചാലും, അതിലെപ്പോഴും മിക്കവാറും സമയങ്ങളിലും വെള്ളം ഉണ്ടാവും. പിന്നെ ചെറിയ ഈ അമ്പലത്തിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന മണ്ണുകൊണ്ടുള്ള കുതിര, കാള, അങ്ങനെ അമ്പലത്തിൻ്റെ 4 ഭാഗമുള്ള പ്രതിഷ്ഠ ഇതൊക്കെ കാണാം. ആ അയ്യപ്പങ്കാവിൻ്റെ അയ്യപ്പങ്കാവിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇപ്പോൾ കല്ലടിക്കോട് അയ്യപ്പങ്കാവ് വന്നിരിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത്. അതായത് അതിൻ്റെ മൂലസ്ഥാനം പിന്നെ ഈ കല്ലടിക്കോട് അയ്യപ്പങ്കാവിൻ്റെ മൂലസ്ഥാനം എന്ന് പറയുന്നത് അതായിരുന്നു എന്നും പറയപ്പെടുന്നുണ്ട്. ഇതൊക്കെ ഒരു തമ്പാൻ മലവാരത്തിൽ പെട്ട കാരണം കുറുപ്പന്മാർക്ക് പതിച്ചു കിട്ടിയപ്പോൾ കിട്ടിയിട്ടുള്ളതാണ് ഈ അമ്പലങ്ങളൊക്കെ. അതിനു മുമ്പ് നടുവിൽ മഠത്തിൻ്റെതായിട്ടുള്ള പൗരാണികമായിട്ടുള്ള ഒരു തുപ്പനാട് ക്ഷേത്രവും ഇവിടെയുണ്ട്. അപ്പോൾ കൊച്ചി രാജാവിനും ഇവിടെ എന്തോ കുറച്ചൊരു ഇതൊക്കെ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് അറിയാൻ പറ്റുന്നത്. കൊച്ചി രാജവംശത്തിൻ്റേതായിട്ട്, അതായത് നടുവിൽ മഠം ദേവസ്വത്തിൻ്റേതായിട്ടും ധാരാളം ഭൂമികൾ ഇവിടെ കാണാനുണ്ട്. അവരുടെ ജന്മമായിട്ട് ധാരാളം ഭൂമികൾ ഇവിടെ കാണാനുണ്ട്.